ഹായ് ഫ്രണ്ട്സ്, SR ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു വൺ ഡേ ട്രിപ്പാണ് കേട്ടോ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കോട്ടയം ജില്ലയുമായി അതിർത്തി പങ്കിട്ട് ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ പ്രകൃതി രമണീയമായ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട്, വാഗമൺ. ഒരുപാട് നല്ല വ്യൂ പോയിന്റ്സ് ഉള്ള ഒരു സ്ഥലമാണ് വാഗമൺ. പക്ഷേ ഒരു വൺ ഡേ ട്രിപ്പിന് പോയാൽ നമുക്ക് വാഗമണിലെ എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഒരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് വാഗമണിൽ കവർ ചെയ്യാൻ പറ്റുന്ന നല്ല പ്ലേസുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണിത്. രാവിലെ 5:30 മണിയായപ്പോൾ ഞങ്ങളുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നല്ല നല്ല സീനുകളൊക്കെ കാണുമ്പോൾ, വ്യൂ പോയിന്റ്സ് ഒക്കെ കാണുമ്പോൾ അവിടെയൊക്കെ ഒന്ന് വണ്ടി നിർത്തി അതൊക്കെ ഒന്ന് ആസ്വദിച്ച്, ചൂട് ചായ അതൊക്കെ കിട്ടുന്ന സ്ഥലം ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഒന്ന് വണ്ടി നിർത്തി അതൊക്കെ ഒന്ന് കുടിച്ച് അങ്ങനെ മെല്ലെ മെല്ലെ കാഴ്ചകളൊക്കെ കണ്ട് പോകാനാണ് ഞങ്ങളുടെ ആഗ്രഹം. ബൈക്ക് ട്രിപ്പിലെ ഏറ്റവും നല്ല ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് മോർണിംഗ് ആണ്. കാരണം നല്ല ക്ലൈമറ്റ് ആയിരിക്കും മോർണിംഗിൽ. അതുപോലെ തന്നെ മോർണിംഗിലെ പ്രകൃതി നല്ല ഭംഗിയാണ് കാണാൻ. ഒരു 7 മണിയായപ്പോൾ ഞങ്ങൾ മെല്ലെ ഒരു ചെറിയൊരു ചായക്കടയിൽ വണ്ടി മെല്ലെ നിർത്തി ഒരു ചായയൊക്കെ കുടിച്ചു. അപ്പോൾ വീണ്ടും ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടോ. ഇനി നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്കാണ് പോകുന്നത്. ആദ്യത്തെ നമ്മുടെ ഡെസ്റ്റിനേഷനായ മാർമല വാട്ടർഫോൾസിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇത് ഒരു സൂപ്പർ സ്ഥലമാണ്, ഒരു ഹിഡൻ ട്രഷർ എന്ന് വേണമെങ്കിൽ പറയാം. ഏകദേശം ഒരു 2 കിലോമീറ്ററോളം നടന്നു വേണം നമ്മൾ വാട്ടർഫോളിലേക്ക് എത്തിച്ചേരാനായിട്ട്. ഇത് ഒട്ടും തന്നെ നമ്മളെ ബോറടിപ്പിക്കുന്ന ഒരു വാക്കിംഗ് അല്ല കേട്ടോ. ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നല്ല എൻജോയ് ചെയ്ത് തന്നെ നമുക്ക് ഈ വാക്കിംഗ് ചെയ്യാൻ പറ്റും. ഇതാണ് കേട്ടോ നമ്മുടെ വെള്ളച്ചാട്ടം. വളരെ ശാന്തമായിട്ടുള്ള സ്ഥലമാണ്, നല്ല പ്രൈവസി ഉണ്ട്. ഞങ്ങളിവിടെ വന്നപ്പോൾ ഒത്തിരി വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല, വളരെ കുറച്ച് വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും വെള്ളത്തിലേക്ക് ഒന്ന് ഇറങ്ങി നല്ല രസമായിട്ട് എൻജോയ് ചെയ്തു. പക്ഷെ നല്ല വെള്ളമുള്ള സമയമാണെങ്കിൽ ഇവിടെ വരുമ്പോൾ നല്ല കെയർഫുള്ളായിരിക്കണം കേട്ടോ. കാരണം ഇത് നിറയെ പാറയൊക്കെ ആയിട്ട് കല്ലൊക്കെ ആയിട്ട് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് തെന്നാനും വീഴാനും ഒക്കെ നല്ല സാധ്യതയുണ്ട്. ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്നാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ഇത് ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ കുക്ക് ചെയ്ത് കൊണ്ടുവന്ന ഒരു ചിക്കനൊക്കെ വെച്ചിട്ടുള്ള ഒരു റാപ്പാണ്. ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നിങ്ങൾ ട്രിപ്പിനൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ചെയ്യാറുണ്ടോ? ഇല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഫുഡ് നമ്മളുടെ പ്രിയപ്പെട്ടവരുടെ കൂടെ നല്ലൊരു ലൊക്കേഷനിൽ ഇരുന്ന് ചാറ്റ് ചെയ്ത് കഴിക്കുമ്പോൾ ഉള്ള ഒരു അനുഭവം നല്ല രസമാണത്. ഒരു വൺ ഡേ ട്രിപ്പിന് പോകുമ്പോൾ കുറേ സ്ഥലങ്ങൾ കവർ ചെയ്യുന്നതിലും എനിക്ക് കൂടുതൽ ഇഷ്ടം പോകുന്ന സ്ഥലങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സ്ഥലമാണ് മാർമല വാട്ടർഫോൾസ്. ഞങ്ങൾ ഒരു ലൊക്കേഷനിൽ നിന്ന് മറ്റൊരു ലൊക്കേഷനിലേക്ക് പോകുമ്പം കണ്ടിന്യൂസ് ആയിട്ട് ട്രാവൽ ചെയ്യാതെ ഇടയ്ക്കൊക്കെ വണ്ടിയൊക്കെ ഒന്ന് നിർത്തി നല്ല വ്യൂസൊക്കെ കാണുമ്പോൾ അവിടെ വണ്ടിയൊക്കെ ഒന്ന് ഒതുക്കി നല്ല ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ സ്ട്രീറ്റ് ഫുഡൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ആസ്വദിച്ച് മെല്ലെ മെല്ലെ അങ്ങനെയാട്ടോ ഞങ്ങൾ ട്രാവൽ ചെയ്തത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ടയേർഡായി പോവും. മെഡോസ് അഥവാ മൊട്ടക്കുന്ന് ഇവിടുന്ന് 5 കിലോമീറ്റേഴ്സ് ആണ് വരുന്നത്. ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് 1.3 കിലോമീറ്റേഴ്സ് മാത്രമേ ഉള്ളൂ കുരിശുമലയിലേക്ക്. ഈ ഒരു റൂട്ടിൽ ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകൾ വരുന്നുണ്ട്. ഇനി നമ്മൾ പോകുന്നത് പൈൻ ഫോറസ്റ്റ് കാണാനാണ്. ഇത് കണ്ടോ, പൈൻ ഫോറസ്റ്റ് കാണാൻ വന്നിരിക്കുന്ന ആളുകളുടെ തിരക്കാണിത്. സൺഡേ ആയതുകൊണ്ട് ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു. ഇടദിവസം വരാൻ സാധിക്കുന്നവർ അങ്ങനെ വരുന്നതായിരിക്കും നല്ലത് കേട്ടോ. കാരണം ഇടദിവസം ഇവിടെ അധികം തിരക്കുണ്ടാവില്ല.
വളരെ ഉയരത്തിലായിട്ട് ഒരുപോലെ നിൽക്കുന്ന ഈ പൈൻ മരങ്ങളും അതുപോലെ തന്നെ നല്ല കൂളായിട്ടുള്ള ക്ലൈമറ്റും, അതാണ് ഈ പൈൻ ഫോറസ്റ്റിലെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. പൈൻ ഫോറസ്റ്റിലെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ പോകുന്നത് തങ്കൾപ്പാറ കാണാനാണ്. ഇങ്ങോട്ടുള്ള റോഡ് അല്പം മോശമാണ് കേട്ടോ. നല്ല പൊടിയും അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് കുണ്ടും കുഴിയൊക്കെ ഉണ്ടായിരുന്നു. തങ്കൾപ്പാറ ഒരു മുസ്ലിം പുണ്യസ്ഥലമാണ്. ഇവിടെ വിനോദസഞ്ചാരികളും അതുപോലെ തന്നെ തീർത്ഥാടകരും ഒരുപോലെ വരുന്നു. ഇത് നമുക്ക് അത്യാവശ്യം ഫ്രഷ് ആവാനായിട്ടുള്ള ഒരു ടോയ്ലറ്റ് ഏരിയ ആണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല ശുചിയായിട്ടുള്ള ടോയ്ലറ്റ് ഏരിയ ആണ് കേട്ടോ ഇത്. അഫ്ഗാനിൽ നിന്നുള്ള സൂഫി സന്യാസിയായ ഷെയ്ഖ് ഫരീദുദ്ദീൻ്റെ ശവകുടീരം ഇവിടെയുണ്ട്. അദ്ദേഹം ഏകദേശം 8 നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഇവിടെ ജീവിച്ചിരുന്നു. ഇത് ഒരു തീർത്ഥാടന കേന്ദ്രമാണെങ്കിൽ പോലും ഇവിടെ നിന്ന് നോക്കിയാൽ വാഗമൺ പട്ടണം, പിന്നെ മെഡോസ്, മറ്റനുബന്ധ സ്ഥലങ്ങൾ, ഇതിൻ്റെയൊക്കെ അതിശയിപ്പിക്കുന്ന വ്യൂ ആണ് നമുക്ക് ലഭിക്കുന്നത്. ഏകദേശം ഒരു 1.5 കിലോമീറ്റർ, അതായത് അരമണിക്കൂറോളം നടന്നു വേണം കേട്ടോ നമ്മൾ മുകളിലെത്താനായിട്ട്. പക്ഷെ നടന്ന് കുറച്ച് കഷ്ടപ്പെട്ട് കയറിയാലും ആ മുകളിലെത്തുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ തങ്കൾപ്പാറയിലെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു വരുമ്പോൾ ഏകദേശം ഒരു ഈവനിങ് സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായ കുടിക്കാനായിട്ട് ഞങ്ങൾ സ്ട്രീറ്റ് സൈഡിൽ തന്നെയുള്ള ഒരു ഷോപ്പിൽ കയറി. അവിടെ നല്ല പഴംപൊരിയും ബീഫും ഒക്കെ ഉണ്ടായിരുന്നു. ഇനി ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ മെഡോസ് അഥവാ മൊട്ടക്കുന്നാണ്. ഇവിടെ ടൂറിസ്റ്റുകൾക്ക് രാവിലെ 8:30 മണി മുതൽ വൈകിട്ട് 5 മണി വരെ അലൗബിൾ ആണ്. ഞങ്ങളിവിടെ എത്തിയപ്പോൾ കുറച്ച് ലൈറ്റായി പോയി ഗൈസ്, അതുകൊണ്ട് ഞങ്ങൾക്ക് മെഡോസ് കാണാനുള്ള ഭാഗ്യം കിട്ടിയില്ല. അങ്ങനെ ഞങ്ങളുടെ വാഗമൺ ട്രിപ്പ് ഏകദേശം പൂർത്തിയായി. വാഗമണിൽ നമുക്ക് കാണാനായിട്ട് ഇനിയും ഒത്തിരി നല്ല നല്ല സ്ഥലങ്ങളുണ്ട് കേട്ടോ. വാഗമണിൽ ഒരു 1 ഡേ സ്റ്റേ ചെയ്യുവാണെങ്കിൽ നമുക്ക് എല്ലാ സ്ഥലങ്ങളും നല്ല രീതിയിൽ തന്നെ കണ്ട് ആസ്വദിക്കാൻ സാധിക്കും. ബെസ്റ്റ് സീസൺ ടു വിസിറ്റ് വാഗമൺ എന്ന് പറയുന്നത് ഒക്ടോബർ ടു ഫെബ്രുവരി ആണ്. കാരണം നല്ലൊരു ക്ലൈമറ്റ് ആയിരിക്കും ഈ ഒരു ടൈമിൽ. അധികം മഴയൊന്നും ഇല്ലാതെ നല്ല ചെറിയ തണുപ്പൊക്കെ ആയിട്ട് നല്ലൊരു ക്ലൈമറ്റ് തന്നെയായിരിക്കും ഈ സമയത്ത്. വാഗമണിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു സമയത്ത് വരാനായിട്ട് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.